ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഹെയർ ബാൻഡ് ആയിട്ടാണ്. കുറച്ച് ഹെവി ആയിട്ട് ചെയ്യുന്നൊരു ഹെയർ ബാൻഡാണ് ഇത്. പാർട്ടി വെയർ ആയി ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ മേക്ക് ചെയ്യാൻ പറ്റും. ചെറിയ മക്കൾക്ക് ഒരു ഫ്രോക്കിലേക്കൊക്കെ നല്ല മാച്ചിങ് ആയ ഒരു ഹെയർ ബാൻഡാണ്. അതിന് വേണ്ടിയുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഏകദേശം 10 mm ബീഡിൻ്റെ ഒരു ഹാഫ് ബീഡും പിന്നെ ഒരു ട്യൂബ് ബീഡും ഒരു 3 mm തിക്നെസ്സിലുള്ള ഒരു ഗോൾഡൻ ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ബോ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള നെറ്റാണിത്. കുറച്ചൊരു നല്ല ബലത്തിലുള്ളൊരു നെറ്റ് തന്നെയാണ്. ഇത് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിലൊരു ഏകദേശം 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഒരു 1.5 ഇഞ്ചും എടുത്തിട്ട് നമുക്ക് 2 ബോയിലേക്കും ഇങ്ങനെ അതിനെ ഒട്ടിക്കണം. അതിന് ചെറിയൊരു സ്ട്രിങ് ലൈനും എടുത്തിട്ടുണ്ട്. 0.25 ആണ് ഫിഷ് ലൈനിൻ്റെ തിക്നെസ്. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. നമ്മൾ അലിഗേറ്റർ വെക്കുന്നത് കൊണ്ട് തന്നെ എളുപ്പമാണ്. വേഗം അവിടെ ഒട്ടിപ്പിടിച്ചോളൂ. ഒരു 5 മിനിറ്റ് ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ ഒട്ടിപ്പിടിച്ചോളൂ. 2 ഭാഗം ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോമലും നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത വീഡിയോ പ്ലാസ്റ്റിക്കിൻ്റെ ബോമൽ വേറൊരു വെറൈറ്റി ചെയ്യുന്നത് കാണിക്കാം ഇൻഷാ അല്ലാ. പിന്നെ നമ്മളൊരു നെറ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജൊക്കെ ഈ നെറ്റിൻ്റെ ആദ്യം നമ്മൾ ഉപയോഗിച്ച നെറ്റിൻ്റെ എഡ്ജൊക്കെ കുറച്ചൊരു ഷാർപ്പാണ്. അത് കാരണത്താൽ തന്നെ നമ്മൾ ഒരു സോഫ്റ്റായ നെറ്റ്, ക്ലോത്തിൻ്റെ നെറ്റ് നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കവർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഗ്ലേസിങ്ങും കിട്ടുന്നുണ്ട്. മുമ്പ് ചെയ്ത ആ നെറ്റിന് ഈ ഒരു നെറ്റും കൂടി, ഈ വൈറ്റ് നെറ്റും കൂടി വരുമ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെറ്റും കൂടി വെച്ചത്. ഇങ്ങനെ നല്ല ടൈറ്റിൽ എവിടെയും ചുളിഞ്ഞ് നിൽക്കാതെ ശ്രദ്ധിച്ചാൽ മതി. നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം അലിഗേറ്റർ കുത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നല്ല പോലെ ഒട്ടിയിട്ടുണ്ടാവും. നമ്മുടെ പശ B7000 ആണ്. നല്ല സ്ട്രോങ് പശയാണ്. മാക്സിമം അതുതന്നെ ഉപയോഗിക്കാം. പിന്നെ സ്റ്റോൺ ഷീറ്റ് ഉണ്ട്. ഇത് സ്റ്റോൺ ഷീറ്റാണ്. അതുപോലെ സ്റ്റോൺ ലൈസ് എന്നൊക്കെ പറയാം. നമ്മളിവിടെ ഒരു സ്റ്റോൺ ലൈസ് വെക്കുന്നുണ്ട്. ഇടയിലൊക്കെ സ്റ്റോണ് മിസ്സായത് കാരണം തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ലത് നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റോൺ ലൈസാണ്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ടും വെക്കാം. നിങ്ങൾക്ക് നേരിട്ട് ഒറ്റ പീസ് കിട്ടണേ അങ്ങനെയാണ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് 2 തലക്കലും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. വളയാതെ ഇങ്ങനെ നോക്കുക ഒട്ടിക്കുമ്പോൾ. പിന്നെ നമ്മൾ വയറെടുത്തിട്ടുണ്ട്. ഫിഷ് ലൈന് നമ്മൾ കോർത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെറിയൊരു വർക്ക് ചെയ്യുക. സെൻറ്ററിൽ ഹാഫ് ബീഡ് എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ബീഡ് തുന്നി കൊടുത്തു. ഇതുപോലെ ഇങ്ങനെ തുന്നിയെടുക്കുക. നമ്മൾ നല്ല താഴെ നമ്മൾ വർക്ക് തുടങ്ങിയിട്ടില്ല. ഏകദേശം കുറച്ച് സ്ഥലം വിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു നീളമുള്ള ഓവൽ ഷേപ്പിലുള്ള ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ചെറിയ ഒരു 3 mm ഒക്കെ വരുന്ന ഒരു ഗോൾഡൻ ബീഡായിരിക്കും. മാക്സിമം അത് ചെറിയ ബീഡ് തന്നെ എടുക്കാൻ നോക്കണം. നല്ല ഭംഗിയിട്ടുള്ളൂ. ഗോൾഡന് ഇതിനോട് നല്ല മാച്ചുമാണ്. ഈ ഐവറി കളറും അതുപോലെ ഗോൾഡനും. ഇതുപോലെ 2 സൈഡിലും ഇങ്ങനെ ആക്കി തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. സെൻറ്ററിലൊരു ഹാഫ് ബീഡും പിന്നെ 2 തലക്കലും ആ ഓവൽ ഷേപ്പിലുള്ള ബീഡും ഇങ്ങനെ തുന്നി കൊടുക്കാം. എനിക്ക് സെൻറ്ററിൽ തുന്നുന്ന ആ ഹാഫ് ബീഡ് ഒരു പ്രയാസമായിട്ട് തോന്നി തുന്നുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് എന്ത് ചെയ്തു, നമ്മുടെ പശ തേച്ചിട്ട് ആ ഹാഫ് ബീഡിനെല്ലാം സെൻറ്ററിൽ ആദ്യം ഉറപ്പിച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്, ഏകദേശം നമുക്കറിയാലോ സൈഡിൽ വരുന്ന ബീഡിന് എത്ര സ്ഥലം വേണമെന്ന്, ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാതും ഒട്ടിച്ചതിന് ശേഷം ഓരോ ബീഡ് ഇങ്ങനെ ബാക്കിയുള്ളത് ഇങ്ങനെ സൈഡിൽ വരുന്ന ആ വർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ ഒന്നും കൂടി എളുപ്പമായി തോന്നി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സെൻറ്ററിലുള്ള ആ ബീഡ് ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ 2 സൈഡിലും വരുന്ന ആ ഡിസൈൻ ഇങ്ങനെ തുന്നി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഈ നൂല് ബാക്കിയുണ്ടെങ്കിൽ അവസാനം എത്തിക്കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഹാഫ് ബീഡിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കോർത്തെടുക്കാവുന്നതാണ്. ഒന്നും കൂടി നമുക്ക് നമ്മുടെ ബോക്ക് ഒന്നും കൂടി ഉറപ്പ് കിട്ടും. തിരിച്ചിങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് കോർത്ത് വന്ന് അവസാനം ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി.
ഇത് നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഈ 2 സൈഡ് ഒരു ഒഴിഞ്ഞ് എടുക്കുന്നതാണ്. അവിടെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യുക. ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇതന്നെ കുറച്ച് ഹെവി വർക്കായി, വേണമെന്നുണ്ടെങ്കിൽ സീക്വൻസ് ഒട്ടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്